ഡിയർ സ്റ്റുഡൻസ്, കൊമേഴ്സ് ഡേറ്റാബേസ് +2 ബിസിനസ് സ്റ്റഡീസ് ക്ലാസ്സുകൾ ആരംഭിച്ചിരുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും നോട്ടോട് കൂടിയ ക്ലാസ്സുകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. ആദ്യത്തെ ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ് കണ്ടത്. ഇന്നത്തെ ക്ലാസ്സിൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് കാണാം. വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യണേ. ഓരോ ചാപ്റ്ററിന് ശേഷവും റിവിഷൻ ക്ലാസ്സുകളും ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്. മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണ് മാനേജ് ചെയ്യുന്നത്? അതാണ് ഈ ഒരു ആൻസറിൽ വരേണ്ടത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങൾ. എവറി ഓർഗനൈസേഷൻ ഹാസ് ഡിഫറെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് മാനേജ്മെൻറ്റ് മസ്റ്റ് അറ്റൈൻ ദിസ് ഒബ്ജക്റ്റീവ്സ് ഇൻ എഫിഷ്യൻറ്റ് ആൻഡ് ഇഫക്റ്റീവ് മാനർ. എല്ലാ ബിസിനസ് സ്ഥാപനത്തിന് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾ ഫലപ്രദമായും കാര്യക്ഷമമായും നേടിയെടുക്കാനാണ് ഓരോ മാനേജ്മെൻറ്റും ശ്രമിക്കുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുത്താൽ അതിനെ ഇഫക്റ്റീവ് എന്നും അത് കുറഞ്ഞ ചിലവിൽ നേടിയെടുത്താൽ കാര്യക്ഷമം എഫിഷ്യൻ്റ് എന്നും പറയുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. എഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ കാര്യക്ഷമതയാണ്, കുറഞ്ഞ ചിലവിൽ നേടിയെടുക്കുക. ഇഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഫലപ്രദമാണ്, മുൻകൂട്ടി നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയെടുത്താൽ അതിനെ ഇഫക്റ്റീവ് എന്ന് പറയും. മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു 3. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. സംഘടനാപരമായ ലക്ഷ്യങ്ങൾ, സാമൂഹ്യ ലക്ഷ്യങ്ങൾ, വ്യക്തിഗത ലക്ഷ്യങ്ങൾ. ഒന്നുകൂടി നോക്കാം. മാനേജ്മെൻറ്റ് ലക്ഷ്യങ്ങളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. സംഘടനാ ലക്ഷ്യങ്ങൾ, സാമൂഹ്യ ലക്ഷ്യങ്ങൾ, വ്യക്തിഗത ലക്ഷ്യങ്ങൾ. ഇനി ഇത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യത്തെ ലക്ഷ്യം ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സംഘടനാപരമായ ലക്ഷ്യങ്ങൾ. ഓർഗനൈസേഷണൽ ലക്ഷ്യങ്ങളെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റും ഗ്രോത്തും സർവൈവലും. പ്രോഫിറ്റും ഗ്രോത്തും സർവൈവലുമാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ്, പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം, ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ വളർച്ച. ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സർവൈവൽ. ഇൻ ഓർഡർ ടു സർവൈവ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ഏൺ ഇനഫ് റവന്യൂ ടു കവർ ഇറ്റ് കോസ്റ്റ്. സർവൈവൽ എന്ന് പറഞ്ഞാൽ ദീർഘനാൾ നിലനിൽക്കുക. ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യമാണ് ദീർഘനാൾ നിലനിൽക്കുക എന്നത്. ലാഭവും സൽപ്പേരും പുതുമയും ഉണ്ടെങ്കിൽ സ്ഥാപനത്തിന് ദീർഘനാൾ നിലനിൽക്കാനായിട്ട് സാധിക്കും. ചിലവിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയാൽ മാത്രമേ ഒരു ബിസിനസ് സ്ഥാപനത്തിന് നിലനിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻ ഓർഡർ ടു സർവൈവ് ആൻ ഓർഗനൈസേഷൻ മസ്റ്റ് ഏൺ ഇനഫ് റവന്യൂ ടു കവർ ഇറ്റ്സ് കോസ്റ്റ്. അടുത്തതാണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ആൻ മെയിൻ എയിം ഓഫ് ഓൾ ബിസിനസ്. പ്രോഫിറ്റ് ഈസ് നീഡഡ് ഫോർ സർവൈവൽ, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ബിസിനസ്. നമുക്കറിയാം, ലാഭമുണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ഥാപനത്തിന് നിലനിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഏതൊരു ബിസിനസ് സ്ഥാപനത്തിൻ്റെയും ലക്ഷ്യം ലാഭം നേടുക എന്നതാണ്. ലാഭം എന്തിനൊക്കെ ആവശ്യമാണ്? സർവൈവലിനും ഗ്രോത്തിനും എക്സ്പാൻഷനും ആവശ്യമാണ്. അതായത് ദീർഘനാൾ നിലനിൽക്കണമെങ്കിൽ പ്രോഫിറ്റ് വേണം. അതുപോലെ ബിസിനസ് സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവണമെങ്കിൽ പ്രോഫിറ്റ് വേണം. കൂടുതൽ സ്ഥലത്തേക്കൊക്കെ വ്യാപിപ്പിക്കാനും പ്രോഫിറ്റ് കൂടിയേ തീരൂ. ഇനി നമുക്ക് ഗ്രോത്ത് എന്താണെന്ന് നോക്കാം. ഗ്രോത്ത് മീൻസ് ഇൻക്രീസ് സെയിൽസ് വോളിയം, നമ്പർ ഓഫ് എംപ്ലോയീസ്, നമ്പർ ഓഫ് പ്രോഡക്റ്റ്, ക്യാപിറ്റൽ എക്സെട്ര. സ്ഥാപനത്തിൻ്റെ വളർച്ചയാണ് ഗ്രോത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നെങ്കിൽ വിൽപ്പന വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ സ്ഥാപനത്തിലെ തൊഴിലാളികളുടെ എണ്ണത്തിൽ മാറ്റമുണ്ടാവുക, വിൽക്കുന്ന കൂടുതൽ പ്രോഡക്റ്റ് വിൽപ്പനയ്ക്ക് ഇറക്കാനായിട്ട് സാധിക്കുക, കൂടുതൽ ക്യാപിറ്റൽ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യുക. ഇങ്ങനെയുള്ളതിനെയൊക്കെയാണ് വളർച്ച എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? സർവൈവൽ, പ്രോഫിറ്റ്, ഗ്രോത്ത്. നിലനിൽപ്പ്, ലാഭം, വളർച്ച. പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ ഇവയാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്. ഒന്നുകൂടി പറഞ്ഞു നോക്കുക. പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് നമ്മൾ കണ്ടു. പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ. മാനേജ്മെൻറ്റിന് 3 ഒബ്ജക്റ്റീവാണ് ഉള്ളത്. ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്. നമുക്ക് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. സാമൂഹ്യ ലക്ഷ്യങ്ങൾ. Social objectives deals with commitment of an organization to society. Social objectives include using environment-friendly production, giving employment to disadvantaged section of the society,
പ്രൊവൈഡിങ് അമ്യൂണിറ്റീസ് ലൈക്ക് സ്കൂൾസ്, ഹോസ്പിറ്റൽസ് എക്സെട്ര. ബിസിനസ് സ്ഥാപനത്തിന് സമൂഹത്തോട് ധാരാളം ഉത്തരവാദിത്തങ്ങളുണ്ട്. പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക, ഇവയൊക്കെയാണ് സാമൂഹ്യ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് സാമൂഹ്യ ലക്ഷ്യങ്ങൾ? തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പരിസ്ഥിതി സൗഹൃദ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുക. Social objectives include environment friendly production, giving employment to disadvantaged section of the society, providing amenities like schools, hospitals, etc. ഇപ്പം നമ്മൾ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവും സോഷ്യൽ ഒബ്ജക്റ്റീവും കണ്ടു. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് 3 എണ്ണമുണ്ട്: പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ. ഇനി അടുത്തതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത ലക്ഷ്യങ്ങൾ. An organization consisting of people with different personalities, background, objectives. വ്യത്യസ്ത ചുറ്റുപാടുകളിൽ നിന്ന് വന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്നതാണ് ഒരു ബിസിനസ് സ്ഥാപനവും. They all become part of an organization to satisfy their different needs. അവരവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട് സ്ഥാപനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് സ്ഥാപനത്തിനുള്ള വ്യക്തികൾ. Management must reconcile personal goal with organizational objective to have harmony in the organization. ബിസിനസ് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെങ്കിൽ സ്ഥാപനത്തിലുള്ള വ്യക്തികളുടെ വ്യക്തിഗത താല്പര്യവും കൂടി മാനേജ്മെൻറ്റ് സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ചുരുക്കി വ്യക്തിഗത ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് അവരുടേതായ ലക്ഷ്യങ്ങളുണ്ടാവും. ആ ലക്ഷ്യങ്ങൾക്കും പ്രാധാന്യം കൊടുക്കണം. അതുപോലെ തന്നെ ഒരു ബിസിനസ് സ്ഥാപനത്തിൻ്റെ മൊത്തത്തിലുള്ള ലക്ഷ്യങ്ങൾക്കും മാനേജ്മെൻറ്റ് പ്രാധാന്യം കൊടുക്കണം. അതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവിൽ പറയുന്നത്. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വ്യക്തികളുടെ ലക്ഷ്യങ്ങളും. ധനപരമായ ആവശ്യങ്ങൾ അവർക്കും ഉണ്ടാവും, സാമൂഹ്യ ആവശ്യങ്ങളുണ്ടാവും, അവർക്ക് വ്യക്തിഗത ആവശ്യങ്ങളും ഉണ്ടാവും. സ്ഥാപനത്തിൻ്റെ ലക്ഷ്യങ്ങളും സ്ഥാപനത്തിലെ വ്യക്തികളുടെ ലക്ഷ്യങ്ങളും ഒരുപോലെ നടപ്പിലാക്കുക എന്നത് മാനേജ്മെൻറ്റ് ലക്ഷ്യമാണ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഓർഗനൈസേഷൻ, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്. അതിൽ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവാണ് പ്രോഫിറ്റ്, ഗ്രോത്ത്, സർവൈവൽ. സാമൂഹ്യ ലക്ഷ്യങ്ങളുണ്ട്, അതുപോലെ വ്യക്തിഗത ലക്ഷ്യങ്ങളുണ്ട്, സംഘടനാപരമായ ലക്ഷ്യങ്ങളുണ്ട്. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റിൽ പഠിക്കാനായിട്ടുള്ളത്. ഇപ്പം നമ്മൾ പഠിച്ചത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റും പഠിച്ചു, ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റും പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിലാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് പഠിച്ചത്. അതിലെ പോയിൻറ്റും കൂടി നമുക്കൊന്ന് ഓർത്തു നോക്കാം. മാനേജ്മെൻറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവസീവ്. Management is multi-dimensional. Management is continuous process. Management is group activity. Management in a dynamic function. Management is an intangible force. ഇവയൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ പോയിൻറ്റുകൾ. ഈ ക്ലാസ്സിൽ പഠിച്ചത് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻ്റ് ആണ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ് ഏതൊക്കെയാണ്? ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, പേഴ്സണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്.